Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the meaning of limited liability partnership and its benefits of limited liability partnership. Today we are going to discuss the features of limited liability partnership. Let's start today's topic, features of limited liability partnership. First feature, body corporate. According to section 3 of the Limited Liability Partnership Act 2008, an LPP is a body corporate formed and incorporated under this act. അപ്പോൾ ഫസ്റ്റ് വൺ ബോഡി കോർപ്പറേറ്റ് ആണ്. എന്താണ് വാട്ട് യു മീൻ ബൈ ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആക്ട് പ്രകാരം എന്ത് ചെയ്താണ് നിലവിൽ വന്ന ഒരു ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ അതിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുള്ളതാണെങ്കിൽ അങ്ങനെയുള്ളൊരു ബിസിനസ് യൂണിറ്റിനെയാണ് നമ്മളതിനെ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 3 ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008, LPP ഈസ് എ ബോഡി കോർപ്പറേറ്റ് ഫോംഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ the Limited Liability Partnership Act 2018. Okay. Then second one, perpetual succession. A limited liability partnership can continue its existence even after the retirement, insanity, insolvency or even death of one or more partner. Okay. നമുക്കറിയാം ഇതിന് അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെയും അതുപോലെ തന്നെ പാർട്ണർഷിപ്പിൻ്റെയും അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. അപ്പം രണ്ടാമത്തെ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. കാരണം അവിടെ ഒരു മെമ്പർ അല്ലെങ്കിൽ അതൊരു ഷെയർ ഹോൾഡർ മരിക്കുകയോ അയാൾ ഇൻസൈൻ ആവുകയോ ഇൻസാനിറ്റി ആവുകയോ അങ്ങനെ എന്ത് വന്നാലും അത് ഏതിനെ അഫക്റ്റ് ചെയ്യില്ല, ആ പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അഫക്റ്റ് ചെയ്യില്ല, കമ്പനി അവിടെ നിലനിൽക്കും. ഓക്കെ. എന്നാൽ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണമോ അല്ലെങ്കിൽ ഡെത്തോ അല്ലെങ്കിൽ ഇൻസാനിറ്റിയോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റോ ഇൻസോൾവൻസിയോ ഒക്കെ എന്തിനെ അഫക്റ്റ് ചെയ്യും? ആ ബിസിനസ്സിൻ്റെ റണ്ണിങ്ങിനെ അഫക്റ്റ് ചെയ്യും. പുതിയ ന്യൂ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഫോം ചെയ്തുകൊണ്ട് വേണം ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ. അപ്പം ആ പിന്നെ പാർട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് സാധിക്കും. അവിടെ പെർപ്പച്വൽ സക്സഷനാണ്. ദാറ്റ് മീൻസ് ഒരു പാർട്ട്ണർക്ക് മരണം സംഭവിക്കുകയോ ഇൻസാനിറ്റി ആവുകയോ റിട്ടയർമെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസോൾവൻസി ആവുകയോ ഒക്കെ ചെയ്താൽ ഏതിനെ അഫക്റ്റ് ചെയ്യുകയില്ല, ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുകയില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പെർപ്പച്വൽ സക്സഷൻ. ക്ലിയർ അല്ലേ? തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. It has a separate legal entity, that is limited liability partnership, and partners are distinct from each other. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിന് എന്തുള്ളത്? പെർപ്പച്വൽ സക്സഷൻ ഉള്ളത്. പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാകില്ല? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. അവിടെ ബിസിനസ്മാൻ ഒന്നാണ്. അവിടെ ഇൻസോൾവൻസി, ഡെത്ത്, ഇൻസോൾവൻസി എക്സെട്ര ഓഫ് എ പാർട്ട്ണർ അഫക്റ്റ് ദ റണ്ണിങ് ഓഫ് ദാറ്റ് ബിസിനസ്. ഓക്കെ, അതാണ് അവിടെ ആ ഒറിജിനൽ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ന്യൂ എഗ്രിമെൻറ്റ് ഫോം ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഈ LPPക്കാണെങ്കിൽ LPPയെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്തുണ്ട്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അവിടെ ഒരു പാർട്ട്ണർ മരിക്കുകയോ അല്ലെങ്കിൽ ഇൻസാനിറ്റി ആകുകയോ അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആകുകയോ ഇതൊന്നും തന്നെ ഏതിനെ അഫക്റ്റ് ചെയ്യില്ല? ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യില്ല. ബിസിനസ്സിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ. Then fourth important feature is mutual agency. All partners are only agent of the LPP and any wrongful action of one partner do not bind others. അപ്പം മ്യൂച്വൽ ഏജൻസി പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട്ണർ ഒരു സമയത്ത് എന്താകാം? ഏജൻ്റ് ആകാം. അതേസമയം അദ്ദേഹത്തിന് എന്തും ആകാം? പ്രിൻസിപ്പലും ആകാം. അപ്പോൾ പ്രിൻസിപ്പലും ആയിരിക്കും, അതുപോലെ ഏജൻറ്റുമായിരിക്കും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ. എന്നാൽ ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആവുകയാണെങ്കിൽ എല്ലായ്പ്പോഴും പാർട്ട്നേഴ്സ് എന്ത് തന്നെയായിരിക്കും? ഏജൻറ്റ് തന്നെയായിരിക്കും. എല്ലായ്പ്പോഴും പാർട്ട്നേഴ്സ് എന്ത് തന്നെയായിരിക്കും? ഏജൻറ്റ് തന്നെയായിരിക്കും. അതുപോലെ ഒരാൾ ചെയ്യുന്ന റോങ്ഫുൾ ആക്ഷൻ അതൊരിക്കലും മറ്റുള്ളവരെന്ത് ചെയ്യില്ല? ഏറ്റെടുക്കില്ല. അവരത് ബോണ്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. ആരാണോ ആ തെറ്റ് കാണിച്ചത് അവർ തന്നെ എന്ത് ചെയ്താൽ മതിയാകും? അതിന് ബോണ്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് സഹിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ 4 ആയി. ദെൻ നെക്സ്റ്റ് വൺ, ദെൻ ഫിഫ്ത്ത് ഫീച്ചർ ഈസ് LPP agreement. Just like partnership, it must have an agreement. Okay, the rights and duties of all partners are governed by an agreement between them. അപ്പോൾ ഇവർ മേക്ക് ചെയ്യുന്ന എഗ്രിമെൻ്റ് പ്രകാരമായിരിക്കും ഓരോ പാർട്ട്നേഴ്സിൻ്റെയും അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുക. ഓക്കെ, ഇഫ് സച്ച് ആൻ എഗ്രിമെൻറ്റ് ഈസ് നോട്ട് മെയ്ഡ്
In such a case, the agreement is not made, then the act governs the mutual rights and duties of all partners. അപ്പം നമ്മളൊരു എഗ്രിമെൻറ്റ് മേക്ക് ചെയ്തില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ഓരോ പാർട്ട്നേഴ്സിൻ്റെയും റൈറ്റ്സും ഡ്യൂട്ടീസും എന്ന് പറയുന്നത്? നമ്മുടെ LPP ആക്റ്റിൽ എന്താണോ പറയുന്നത്, LPP ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആയിരിക്കും ആർക്കുണ്ടാകുക? പാർട്ട്നേഴ്സിന് ഉണ്ടാകുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. For all legal purpose, an LPP is an artificial legal person. It is created by legal process and has all the rights of an individual. ഒരു ഇൻഡിവിജ്വലിനെ പോലെ ഒരു ഇൻഡിവിജ്വലിന് എന്തെല്ലാം എന്താണ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സിലൊക്കെയാണോ സൈൻ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടുള്ള ഈ LPPക്കും എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇപ്പം നമുക്ക് മേക്ക് ചെയ്യാം. ഒരു അസറ്റ് വാങ്ങാം, അല്ലെങ്കിൽ കമ്പനിയുടെ പേർക്ക് തന്നെ ഈ LPPയുടെ പേർക്ക് തന്നെ നമുക്ക് അസറ്റ് വാങ്ങാം. ആ LPPയുടെ പേരിൽ നിന്നുകൊണ്ട് തന്നെ അത് സെയിൽ ചെയ്യാം. LPPയുടെ പേരിൽ നിന്നുകൊണ്ടുള്ള മറ്റുള്ള ബിസിനസ്സിൽ എഗ്രി ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഡ്യൂട്ടീസും ഏതിനുണ്ട്, എല്ലാ റൈറ്റ്സും എന്തിനുണ്ട്? ഈ LPPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്ന് പറയുക? ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. അതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെവൻത് ഫീച്ചർ ഈസ് കോമൺ സീൽ. If the partners decide, the LPP can have a common seal of its own. According to Section 14, subsection C of the LPP Act, if all the partners decide, it can have a common seal of its own. Okay, അപ്പം സെക്ഷൻ 14 സബ്സെക്ഷൻ C പ്രകാരം എന്ത് ചെയ്യാനുണ്ട്? ഒരു എല്ലാ പാർട്ട്നേഴ്സും ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഒരു കോമൺ സീൽ യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് എന്തെങ്കിലും പറയുക? കോമൺ സീൽ. ഇത് ഒരു കമ്പനിയുടെ ഫീച്ചറാണ്. ഒരു കമ്പനിക്ക് നമ്മൾ ഒരു നാച്ചുറൽ പേഴ്സൺ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുന്നത് പോലെ ഒരു കമ്പനിക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലോ, അപ്പോൾ അവർക്ക് ഒരു കമ്പനി ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യണമെങ്കിൽ അവരുടെ എന്ത് കോമൺ സീൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് കോമൺ സീൽ. ദെൻ നെക്സ്റ്റ് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി. The liability of each partner is limited to his share of contribution as written in the agreement filed at the time of creation of LPP. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡോക്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ നമ്മൾ ആ എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണോ നമ്മുടെ ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ അതിൽ എഴുതിയിരിക്കുന്നത്, ഓക്കെ, ആ എമൗണ്ട് വരെ മാത്രമേ എന്തുണ്ടാകുള്ളൂ? ലയബിലിറ്റി ഉണ്ടാകുകയുള്ളൂ. അതും കമ്പനി ഏതിൻ്റെ ഫീച്ചറാണ്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചറാണ്. എന്തെന്ന് പറയുക? ലിമിറ്റഡ് ലയബിലിറ്റി. കോമൺ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അതിന് എന്താണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്? അൺലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ആ പേര് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ലയബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് അപ് ടു ഹിസ് ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ആസ് റിട്ടൺ ഇൻ ദ എഗ്രിമെൻറ്റ് ഫൈൽഡ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ ഓഫ് എന്താണ്? LPP. ഒരു LPP ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന എഗ്രിമെൻറ്റിൽ എത്രത്തോളം ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ ആണോ ഓരോ പാർട്ട്നേഴ്സിനും കാണിച്ചിരിക്കുന്നത്, അതുവരെ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? അവരുടെ ലയബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. നയൻത് ആൻഡ് ലാസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് LPP is minimum and maximum number of partners. Okay, it must have at least 2 partners and at least 2 individual as designated partners. അപ്പോൾ നോക്കിയേ, ഏതൊരു പാർട്ണർഷിപ്പ് പോലെ, ദാറ്റ് മീൻസ് ഒരു ഓർഡിനറി പാർട്ണർഷിപ്പ് പോലെ ഇതും എന്താണ് നമ്മളൊരു ഫോം ചെയ്യണമെങ്കിൽ മിനിമം എത്ര പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം? 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, ഓർ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം. 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലും അത് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? റിക്വയർഡ് ടു ഫോം എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഓക്കെ, എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഈസ് വൺ സിമിലർ ടു ദി ഡയറക്ടർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അപ്പം ഒരു ഡിസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുന്നത് ആർക്ക് സെയിം ആണെന്നാണ് പറയുന്നത്? ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർക്ക് തുല്യമാണ് എന്തെന്ന് പറയുക? ഒരു ഡിസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡിസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുന്നത് 2 പേരുണ്ടാവണമെന്ന് പറഞ്ഞല്ലോ മിനിമം. അതിൽ ഒരാൾ അല്ലെങ്കിൽ എത്ര പേരാണോ അവർ നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതിൽ ഒന്നെന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും, എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തിന് സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്? ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർക്ക് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. Okay, there is no maximum limit.
എന്നാൽ ഓർഡിനറി പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അതിന് മാക്സിമം ലിമിറ്റ് ഉണ്ട് 10 ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ് ആൻഡ് 20 ഇൻ ദ കേസ് ഓഫ് അതർ ടൈപ്പ് ഓഫ് ബിസിനസ്. ഓക്കെ, എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ എന്താണ്, ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ് ആണ്. അവിടെ അൺലിമിറ്റഡ് ആണ്. നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. എത്ര പേഴ്സൺസിന് വേണമെങ്കിലും പാർട്ട്ണറാക്കാനായിട്ട് സാധിക്കും. ആർക്ക്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന്. അങ്ങനെ there are 9 important features have limited liability partnership. Okay, dear students, listen and watch the videos carefully and write the assignments. What are the features of limited liability partnership?